ഹലോ ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഇന്ന് പേരൻസിനോടാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടോ, അല്ലെ പലപ്പോഴും പറയാറുണ്ടോ, അമ്മ ഐ എം സോ ടയേർഡ്, അല്ലെ അച്ഛ ഐ എം സോ ടയേർഡ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അത്ര പരിഗണന കൊടുക്കാറില്ല. അഥവാ പരിഗണന കൊടുത്താലും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, പനിയുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, എന്നിട്ട് നമ്മൾ പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് ഓടും, അല്ലെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാര്യം, ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ ക്ഷീണമുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നമ്പർ 1, പ്രഷർ. ശാരീരികമല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷീണത്തിൻ്റെ ഒന്നാമത്തെ കാരണം പ്രഷറാണ്. പ്രഷർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പോലും എന്തോ ഒരു പ്രഷറാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും സ്റ്റഡീസിൻ്റെ പ്രഷർ ഇന്ന് ഒരുപാട് കൂടുതലാണ്. കിൻഡർ ഗാർഡനിലെ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് അത് +2 വരെ, ഡിഗ്രി ആർക്കായാലും ആ ഒരു പ്രഷറുണ്ട്. ഇനി അതുമാത്രമല്ല, നമ്മുടെ പല കുഞ്ഞുങ്ങളും പുതിയ സ്കൂളിലാകാം, പുതിയ എൻവയോൺമെൻറ്റിലാകാം, അതുപോലെ തന്നെ അവർക്ക് പുതിയ ക്ലാസ്സിലാകാം. പുതിയ ക്ലാസ്സിലല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു സമ്മർദ്ദം, ആ പ്രഷർ ഉണ്ടാകാം. ഇനി അതുകൂടാതെ തന്നെ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള പ്രഷർ. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഈ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ബെസ്റ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, ഞാൻ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. അതും ഒരു പ്രഷറായി മാറാറുണ്ട് പല കുട്ടികൾക്കും. ഇത്തരത്തിലുള്ള പല പ്രഷേഴ്സും ഇവർക്ക് മാനസികമായിട്ടുള്ള ഒരു ടയർഡ്നെസ് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഏരിയാസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ പ്രഷറുകൾ പോലും അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. നമ്മുടെ കുട്ടികൾ ക്ഷീണിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം വൈകാരികമായിട്ടുള്ള കാരണങ്ങളാണ്. ഇമോഷണൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് സങ്കടം, ദേഷ്യം, അതുപോലെ പേടി, ഇത്തരത്തിലുള്ള വികാരങ്ങൾ അമിതമായിട്ടുണ്ടാകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ക്ഷീണമാണ് എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് അവർക്ക് അമിതമായിട്ട് സങ്കടമോ ദേഷ്യമോ ആകുലതയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. കുട്ടികളെ മാത്രമല്ല, നമ്മൾ മുതിർന്നവരെ പോലും ഒരുപോലെ തളർത്തിക്കളയുന്ന ഒരു വികാരമാണ് ഏകാന്തത. അതായത് ഒരു സോളിറ്റ്യൂഡ്, കണക്ഷൻ ഇല്ലാതെ, സൊസൈറ്റിയുമായിട്ട് ഒട്ടും തന്നെ കണക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു വികാരം. പ്രത്യേകിച്ച് സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ഈ സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് ഈ ഒരു തരത്തിലുള്ള ഏകാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ. അപ്പോൾ അത്തരത്തിലുള്ള ഏകാന്തത കുട്ടികളിൽ വല്ലാത്ത ഒരു ക്ഷീണമുണ്ടാക്കും. കാരണം നമ്മളുടെ ബ്രെയിനിന് എപ്പോഴും കണക്ഷൻസ് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന്. നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള കണക്ഷൻസും വളരെ ആവശ്യമാണ്. അപ്പോൾ പുതിയ എൻവയോൺമെൻറ്റിൽ, പുതിയ സ്ഥലങ്ങളിൽ പുതിയ ഫ്രണ്ട്ഷിപ്പ് കിട്ടാതെ, പുതിയ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാകാതെ അവർക്കൊരു ഏകാന്തത ഉണ്ടാകും. അതുമാത്രമല്ല, സ്കൂൾ തുറക്കുമ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഹോം എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾക്ക് പേരൻസിനും കുട്ടികൾക്കും പരസ്പരം സംസാരിക്കാനും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ഉള്ള ആ ഒരു സാധ്യത കുറയുന്നത് കൊണ്ടും ഈ ഏകാന്തത അവരെ ക്ഷീണിപ്പിച്ചേക്കാം. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ എൻ്റെ മകൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തി എന്താ കാര്യം എന്നൊക്കെ അന്വേഷിച്ചു. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, സ്കൂളിൽ പോയേ പറ്റൂ എന്ന് നമ്മൾ പറയാൻ ഇടയുണ്ട്. കാരണം സ്കൂളിലേക്ക് പോകാനുള്ള തൊട്ട് മുമ്പാണിത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കും. ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ആളിങ്ങനെ പറയാതെ പറഞ്ഞു, ഇന്നലെ താമസിച്ചാണ് ഉറങ്ങിയത്. സാധാരണഗതിയിൽ 9-9:30 ഉറങ്ങുന്ന ആൾ ഇന്നലെ 10:30 ഉറങ്ങിയത്. അപ്പോൾ ഉറക്കം തികഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ടാണ് ആള് പറഞ്ഞത്, എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട. പലപ്പോഴും ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം ഇന്ന് കമ്പ്യൂട്ടറുകളുടെയും അവരുടെ പേഴ്സണൽ ഗാഡ്ജറ്റുകളുടെയും ടിവിയുടെ ഒക്കെ മുൻപിലിരുന്ന് സമയം കളയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഉറക്കമില്ലായ്മ ഈ ഒരു ടയർഡ്നെസ്സിന് വളരെയധികം കാരണമാണ്. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും നൈറ്റ് ബേർഡ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഉറക്കമില്ലായ്മ നമ്മുടെ കുഞ്ഞുങ്ങളെ അമിതമായിട്ടുള്ള ക്ഷീണത്തിലേക്ക് ലീഡ് ചെയ്യും. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ക്ഷീണത്തിലേക്ക് അവരെ ലീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വന്ന് പറയാം ഐ എം സോ ടയേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല,
മാനസികമായിട്ട് അവർ തളരുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക, കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുക, മനസ്സിലാക്കുക. അത്തരത്തിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ ആ ചെറിയ വിഷയങ്ങൾ വലിയ വിഷയങ്ങളായി അവരുടെ അക്കാഡമിക്സിനെയും അവരുടെ എല്ലാ മേഖലകളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വിഷയങ്ങളെ നമ്മൾക്ക് ആദ്യം തന്നെ പരിഹരിക്കാം.